നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഗുസ്താവ് ഫ്ലോബർട്ടിന്റെ മെമ്മേഴ്സ് ഓഫ് എ മാഡ്മാൻ എന്ന ഓർമ്മക്കുറിപ്പിനെ കുറിച്ചാണ്. നമുക്കാദ്യം ഓഥറിനെ ഒന്ന് പരിചയപ്പെടാം. ഗുസ്താവ് ഫ്ലോബർട്ട് 1820-1880 ഈസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഫ്രഞ്ച് റൈറ്റേഴ്സ് ഓഫ് ദ 19th century. 19ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു ഫ്രഞ്ച് എഴുത്തുകാരനാണ് ഗുസ്താവ് ഫ്ലോബർട്ട്. ഹി ഈസ് നോൺ ഫോർ ഹിസ് നോവൽസ്, ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് പ്ലേസ്. അദ്ദേഹം പ്രശസ്തനായത് അദ്ദേഹത്തിൻ്റെ നോവലുകളും ചെറുകഥകളും അതുപോലെ നാടകങ്ങളും എഴുതിയിട്ടാണ്. ഹിസ് നരേറ്റീവ്സ് ആർ നോൺ ഫോർ ദ റിയലിസ്റ്റിക് ഡെപ്പിക്ഷൻ ഓഫ് ദ 19th century ബൂർഷ്വാ ലൈഫ് ഇൻ ഫ്രാൻസ്. 19ാം നൂറ്റാണ്ടിലെ ഫ്രാൻസിലെ ബൂർഷ്വ ലൈഫുകളെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ അവതരണമാണ് അദ്ദേഹത്തിൻ്റെ നരേഷനിലെ ഏറ്റവും പ്രത്യേകത. ദ നോവൽ മാഡം ബോവറി, പബ്ലിഷ്ഡ് ഇൻ 1857, ഈസ് ഓഫൻ റിഗാർഡ് ഈസ് മാസ്റ്റർ പീസ്. 1857 പബ്ലിഷ് ചെയ്തിട്ടുള്ള മാഡം ബോവറിയാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായിട്ട് പരിഗണിക്കുന്നത്. മെമ്മേഴ്സ് ഓഫ് എ മാഡ്മാൻ ഈസ് വൺ ഓഫ് ഫ്ലോബർട്ട്സ് ഏർലിയസ്റ്റ് റൈറ്റിംഗ്സ്. ഫ്ലോബർട്ടിൻ്റെ ആദ്യകാല എഴുത്തുകളിൽ ഒന്നാണ് നമുക്ക് പഠിക്കാനുള്ള മെമ്മേഴ്സ് ഓഫ് എ മാഡ്മാൻ എന്നുള്ളത്. ഹി വാസ് 16 വെൻ ഹി റോട്ട് മെമ്മേഴ്സ്. അദ്ദേഹത്തിന് 16 വയസ്സുള്ള സമയത്ത് അദ്ദേഹം തൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ഹിസ് റെയർ ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ്സ്. ഈ ഓർമ്മക്കുറിപ്പിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പേഴ്സൺ നരേഷനാണ്. എഴുത്തുകാരൻ തന്നെയാണ് ഇതിനെ ആഖ്യാതാവ് എന്ന് പറയുന്നത്. ദീസ് മെമ്മേഴ്സ് ഫ്രം ദ റിഫ്ലക്ഷൻസ് ഓഫ് എ യങ് മാൻ ഹിസ് ടേക്സ് ഓൺ ദ പ്രസന്റ് ആൻഡ് പാസ്റ്റ്. ഈ മെമ്മേറിനകത്ത് ഒരു ചെറുപ്പക്കാരനായുള്ള വ്യക്തിയുടെ റിഫ്ലക്ഷൻസ് ആണ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെയാണ് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പ്രസന്റും പാസ്റ്റുമായിട്ടുള്ള കഴിഞ്ഞ കാര്യങ്ങളും അതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് മെമ്മേഴ്സ് ഓഫ് എ മാഡ്മാൻ എന്നുള്ളത്. The text for study is chapter 1 of Memoirs of Madman, translated into English by Andrew Brown. നമുക്ക് പഠിക്കാനുള്ളത് മെമ്മേഴ്സ് ഓഫ് എ മാഡ്മാൻ എന്ന കൃതിയിലെ ചാപ്റ്റർ 1 മാത്രമാണ്. ഇത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് ആൻഡ്രൂ ബ്രൗൺ ആണ്. നമുക്ക് ഏതായാലും നേരിട്ട് ചാപ്റ്റർ 1ലേക്ക് കടക്കാം. ഈ പാഠത്തിൻ്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ മെമ്മേഴ്സ് ഓഫ് എ മാഡ്മാൻ എന്നാൽ ഒരു ഭ്രാന്തന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നാണ്. ഇത് മെമ്മേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് എഴുത്തുകാരന്റെ ആത്മകഥാംശം നിറഞ്ഞ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. They contain a soul in its entirety. Is it my own or is it the soul of someone else? അപ്പോൾ പാഠഭാഗം തുടങ്ങുമ്പോൾ തന്നെ ഒരു ക്വസ്റ്റ്യനിലൂടെയാണ് തുടങ്ങുന്നത്. They contain a soul in its entirety. എൻറ്റയറിറ്റി എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും. ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഈ ഒരു മെമ്മേഴ്സ് എന്ന് പറയുന്നത് ഇതിനകത്തൊരു ആത്മാവുണ്ട്, പൂർണ്ണമായിട്ടും ഒരു ആത്മാവുണ്ട് എന്നാണ് പറയുന്നത്. ഈസ് ഇറ്റ് മൈ ഓൺ, ഇത് എൻ്റെ ആത്മാവാണോ? ഓർ ഈസ് ഇറ്റ് ദ സോൾ ഓഫ് സമ്മൺ എൽസ്, ഇത് വേറെ ആരെങ്കിലും ആത്മകഥാംശം നിറഞ്ഞ കാര്യങ്ങളാണോ ഇതിനകത്ത് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. At first, I had wanted to write an introspective novel in which skepticism would be pushed to the final limits of despair. അപ്പോൾ എഴുത്തുകാരൻ പറയാണ്, ഐ ഹാഡ് വാണ്ടഡ് ടു റൈറ്റ്, ഞാൻ എഴുതാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആൻ ഇൻട്രോസ്പെക്റ്റീവ് നോവൽ. ഇൻട്രോസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ ആത്മകഥാംശം നിറഞ്ഞ നോവൽ അല്ലെങ്കിൽ ആത്മപരിശോധന നടത്തുന്ന ഒരു നോവൽ എഴുതാനായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷേ സ്കെപ്റ്റിസിസം എന്ന് വെച്ചാൽ സംശയം എന്ത് ചെയ്തു, വുഡ് ബി പുഷ്ഡ് ടു ദ ഫൈനൽ ലിമിറ്റ്സ് ഓഫ് ഡെസ്പയർ. ആ ഒരു സംശയം എന്നെ അവസാനം നിരാശയിലേക്ക് തള്ളിവിടാൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എഴുത്തുകാരൻ ആദ്യം ഒരു ആത്മകഥാംശം നിറഞ്ഞൊരു നോവൽ എഴുതാനായിരുന്നു ആഗ്രഹം, പക്ഷേ അതിന് അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ബട്ട് ഗ്രാജ്വലി, പക്ഷെ പതിയെ പതിയെ ആസ് ഐ റോട്ട്, ഞാൻ എഴുതി, പേഴ്സണൽ ഫീലിംഗ് ടുക്ക് ഓവർ ദ സ്റ്റോറി. അപ്പോൾ ഇതിനകത്ത് എൻ്റെ വ്യക്തിപരമായുള്ള കാര്യങ്ങൾ വന്ന് അല്ലേ, ഈ കഥയ്ക്ക് മുകളിൽ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൂടുതലായിട്ട് വരാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശം നിറഞ്ഞ കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ വന്നതെന്നർത്ഥം. അപ്പോൾ ഡെസ്പെയർ എന്ന വാക്കിനർത്ഥം നിരാശ എന്നാണ്. സ്കെപ്റ്റിസം എന്ന് വെച്ചാൽ സംശയം. ദ സോൾ സ്റ്റിയേർഡ് ദ പെൻ ആൻഡ് ഓവർവെൽംഡ് ഇറ്റ്.
അപ്പോൾ ഞാൻ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് ദ സോൾ എന്ന് വെച്ചാൽ ആത്മാവ് അല്ലേ, എന്ത് ചെയ്തു, സ്റ്റിയേർഡ് ദ പെൻ, ഈ പേനെ സ്റ്റിയർ ചെയ്യാൻ തുടങ്ങി, നയിക്കാൻ തുടങ്ങി. എന്ത് ചെയ്തു എന്നിട്ട്, ആൻഡ് ഓവർവെൽംഡ് ഇറ്റ്, അതിന്റെ മുകളിൽ അമർത്താൻ തുടങ്ങി, അല്ലെങ്കിൽ അതിനെ കീഴടക്കാൻ ശ്രമിച്ചു. അപ്പോൾ പേനയുടെ മുകളിൽ എൻ്റെ ആത്മാവ് കീഴടക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ എൻ്റെതോ അല്ലെങ്കിൽ വേറെ ആരുടെ ആത്മാവ് അതിനകത്ത് എന്ത് ചെയ്തു, ആ പേനയുടെ മുകളിൽ കയറിയിട്ട് അതിനെ നിയന്ത്രിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ആത്മകഥാംശം നിറഞ്ഞ കാര്യങ്ങൾ എഴുതാൻ തുടങ്ങി എന്നർത്ഥം. ഐ പ്രിഫർ ടു ലീവ് ആൾ ദാറ്റ് ഇൻ ദ റെലം ഓഫ് മിസ്റ്ററി ആൻഡ് കൺജങ്ചർ. അപ്പോൾ ഇതിനകത്ത് അറിയാത്ത വാക്കുകൾ റെലം എന്നുള്ളതായിരിക്കും. റെലം എന്ന് വെച്ചാൽ ഒരു ലോകം അല്ലേ, മിസ്റ്ററി എന്ന് വെച്ചാൽ ദുരൂഹത, കൺജങ്ചർ എന്ന് വെച്ചാൽ അത് ഊഹം, അനുമാനം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ ഐ പ്രിഫർ ടു ലീവ്, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ടു ലീവ്, ഒഴിവാക്കാൻ അല്ലേ, ആൾ ദാറ്റ് ഇൻ ദ റെലം, ഇതിനൊക്കെ ഞാൻ എവിടെയാണ് ഉപേക്ഷിക്കുന്നത്, റെലം ഓഫ് മിസ്റ്ററി ആൻഡ് കൺജങ്ചർ. ഇതിനകത്ത് ഒരു ഊഹത്തിന്റെ, ഒരു അനുമാനത്തിന്റെ അല്ലെങ്കിൽ ദുരൂഹതയുടെ ഒരു ലോകത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ മുഴുവൻ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നത്, ഈ കാര്യങ്ങൾ ഞാൻ ലീവ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഫോർ യുവർ പാർട്ട്, ഇനി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്, അതായത് വായനക്കാരോട് പറയണം, യു വിൽ ഡ്രോ നോ കൺക്ലൂഷൻസ്. അപ്പം നിങ്ങളിത് വായിക്കുന്ന സമയത്ത്, ഞാൻ ഈ ദുരൂഹതയുടെയും അല്ലെങ്കിൽ ഊഹത്തിൻ്റെയും ഒക്കെ ഈ ഒരു ലോകത്തിലാണ് ഞാൻ ഈ കാര്യം പ്ലേസ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾ വായിക്കുന്ന സമയത്ത് യു വിൽ ഡ്രോ നോ കൺക്ലൂഷൻസ്. അപ്പോൾ വായനക്കാർ ഈ മെമ്മേഴ്സ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കൺക്ലൂഷനിലോട്ട് നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഒരു അനുമാനത്തിലേക്കോ എത്തിച്ചേരാൻ കഴിയില്ല എന്നാണ് പറയുന്നു. ആൻഡ് യെറ്റ് ഇൻ മെനി പ്ലേസസ്, പല സ്ഥലങ്ങളിലും യു വിൽ ബിലീവ്, നിങ്ങൾ വിശ്വസിക്കും എന്ത്, പെർഹാപ്സ് ദാറ്റ് ദ ലാംഗ്വേജ് ഈസ് ഫോഴ്സ്ഡ് ആൻഡ് ദ പിക്ചർ വിൽഫുള്ളി ഡാർക്കൺ. അപ്പം നിങ്ങൾ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് മനഃപൂർവ്വം നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഭാഷ വളരെ ശക്തിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് ചില പിക്ചേഴ്സ് വിൽഫുള്ളി, വളരെ വിൽഫുള്ളി എന്ന് വെച്ചാൽ സ്വമേധയാ ചിലത് ഡാർക്കൺ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും എന്ന് പറയണം. ബട്ട് റിമെമ്പർ, പക്ഷെ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മാഡ്മൻ ഹു ഹാസ് റിട്ടൺ ദീസ് പേജസ്. അപ്പോൾ ഇതൊക്കെ എഴുതിയിരിക്കുന്ന ഒരു ഭ്രാന്തനായുള്ള ഒരു വ്യക്തിയാണ്. ആൻഡ് ഇഫ് ഇറ്റ് ഷുഡ് ഫ്രീക്വൻലി സീം ദാറ്റ് വേർഡ്സ് ഗോ ബിയോണ്ട് ദ ഫീലിംഗ്സ് ദേ എക്സ്പ്രസ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് വായിക്കുന്ന സമയത്ത് ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ വാക്കുകൾ ബിയോണ്ട് ദ ഫീലിങ്സ്, ഈ വികാരത്തിനൊക്കെ അപ്പുറത്തായിട്ടാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അപ്പോൾ കാരണം ഭ്രാന്ത് എന്ന് വെച്ചാൽ അയാൾക്ക് വികാരങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഒരു ഭ്രാന്തന്റെ ജൽപ്പനകൾ പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാന്ന് പറയണം. ഇറ്റ് ഈസ് ബിക്കോസ്, അതിന് കാരണം എൽസ്വേർ ദേ വേർ ഓവർബേർഡൻ ബൈ ദ വെയ്റ്റ് ഓഫ് ദ ഹാർട്ട്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഈ വികാരങ്ങളൊക്കെ അവർ എക്സ്പ്രസ് ചെയ്യുന്നത് ബിയോണ്ട് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അതിന് കാരണം അവരുടെ ഹൃദയഭാരം അല്ലെ, വെയ്റ്റ് ഓഫ് ദ ഹാർട്ട് എന്ന് പറയുന്നത് അത്രയും കഠിനമാണ്. അപ്പോൾ ഹൃദയ സംഘർഷം അനുഭവിക്കുന്ന ഒരു വ്യക്തി, ഭ്രാന്തനായ വ്യക്തി ഇവിടെ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഊഹിക്കുന്നതിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകളുടെ അപ്പുറത്തേക്ക് പോകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ടൈറ്റിൽ മെമ്മേഴ്സ് ഓഫ് എ മാഡ്മാൻ എന്ന് പറയുന്നത്, ഒരു ഭ്രാന്തന്റെ ഓർമ്മക്കുറിപ്പുകളാണ് എന്നുള്ളൊരു മുഖവുരയോട് കൂടിയിട്ടാണ് ഈ ഒരു മെമ്മേഴ്സ് ഗുസ്താവ് ഫ്ലോബർട്ട് ആരംഭിക്കുന്നത്. ഫെയർവെൽ, മേ യുവർ തോട്ട്സ് ബി വിത്ത് മീ ആൻഡ് ഫോർ മീ. ഇതിനകത്ത് എഴുത്തുകാരൻ പറയുന്നത് വെച്ചാൽ എഴുത്തുകാരൻ യാത്രയപ്പ് നൽകുകയാണ്. മേ യുവർ തോട്ട്സ് ബി വിത്ത് മീ അല്ലേ, നിങ്ങളുടെ ചിന്തകൾ എൻ്റെ കൂടെ ഉണ്ടാവട്ടെ, ആൻഡ് ഫോർ മീ, എനിക്ക് വേണ്ടി ആവട്ടെ എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. ഇനി നോക്കൂ, വൈ റൈറ്റ് ദിസ് ബുക്ക്, വാട്ട് ഈസ് ഇറ്റ്സ് യൂസ്, ഡു ഐ ഈവൻ നോ ദാറ്റ് മൈസെൽഫ്. ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. വൈ റൈറ്റ് ദിസ് ബുക്ക്, എന്തിനാണ് ഞാൻ ഈ ബുക്ക് എഴുതിയത്, വാട്ട് ഈസ് ഇറ്റ്സ് യൂസ്, എന്താണ് ഇതിൻ്റെ ഉപയോഗം, ഡു ഐ ഈവൻ നോ ദാറ്റ് മൈസെൽഫ്, അതിൻ്റെ ഉപയോഗം എന്താണെന്ന് എനിക്ക് തന്നെ അറിയാൻ കഴിയോ എന്നാണ് എഴുത്തുകാരൻ ചോദിക്കുന്നത്. ബട്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് ഫൂളിഷ് ടു ഗോ ആസ്കിങ് പീപ്പിൾ ദ റീസൺ ഫോർ ദെയർ ആക്ഷൻസ് ഓർ ദെയർ റൈറ്റിങ്സ്. അപ്പോൾ എഴുത്തുകാരൻ തന്നെ പറയാണ്, ഓരോരുത്തരുടെയും അവിടെ ഒരു പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമില്ല, അവിടെ എന്തിനാണ് അവരിത് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇത് എഴുതുന്നത്, അവരോട് പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എഴുത്തുകാരൻ പറയുന്നത് വെച്ചാൽ ആളുകളോട് അവരുടെ പ്രവർത്തികളുടെയോ അല്ലെങ്കിൽ എഴുത്തുകളുടെയോ കാരണം ചോദിക്കുന്നത് വിഡ്ഢിത്തമാണെന്നാണ് എഴുത്തുകാരൻ കരുതുന്നത്. ഡു യു യുവർസെൽഫ് നോ വൈ യു ഓപ്പൺ ദീസ് മിസറബിൾ പേജസ് ദാറ്റ് ആർ ടു ബി കവേർഡ് വിത്ത് ദ സ്ക്രിബ്ലിംഗ്സ് ഓഫ് എ മാഡ്മാൻ. ഇനി അടുത്ത് ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു ഭ്രാന്തന്റെ എഴുത്തുകൾ കൊണ്ട് മൂടേണ്ട ഈ ദയനീയമായ പേജുകൾ എന്തിനാണ് നിങ്ങൾ തുറന്നതെന്നാണ് ചോദിക്കുന്നത്. പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് എ മാഡ്മാൻ, ഒരു ഭ്രാന്തന്റെ എന്ന് പ്രത്യേകം ചോദിക്കുന്നുണ്ട്. ഹൗ ഒറിഫൈങ് അല്ലേ, എത്ര ദയനീയമായിരിക്കും, ഒരു ഭ്രാന്തൻ എഴുതിയ ഒരു ബുക്ക് എന്തിനാണ് നിങ്ങൾ തുറന്നതെന്നാണ് ചോദിക്കുന്നത്. ആൻഡ് വാട്ട് റീഡർ ആർ യു, നിങ്ങൾ ഏത് തരത്തിലുള്ള വായനക്കാരനാണ്,
ഇൻ വിച്ച് കാറ്റഗറി ഡു യു പ്ലേസ് യുവർ സെൽഫ്, നിങ്ങൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഏത് തരത്തിൽപ്പെടുന്ന വായനക്കാരനാണെന്നാണ് ചോദിക്കുന്നത് അല്ലേ. ദാറ്റ് ഓഫ് ദ ഫൂൾസ് ഓർ ദാറ്റ് ഓഫ് ദ മാഡ്മെൻ. അപ്പോൾ രണ്ട് ഓപ്ഷനാണ് എഴുത്തുകാരൻ തരുന്നത്. ഒന്ന് നിങ്ങൾ ഫൂളാണോ അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ മാഡ്മാൻ ആണോ. അപ്പോൾ ഈ രണ്ട് തരത്തിൽപ്പെട്ട ആളുകളെ ഈ ബുക്കുകൾ വായിക്കും എന്നുള്ളൊരു ചിന്ത എഴുത്തുകാരനുണ്ട്. അതുകൊണ്ട് ചോദിക്കും നിങ്ങൾ ഫൂൾ ആണോ അതല്ലെങ്കിൽ മാഡ്മാൻ ആണോ ചോദിക്കുന്നത്. ഇഫ് യു ഹാവ് ടു ചൂസ്, നിങ്ങൾക്കത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അല്ലേ. യുവർ വാനിറ്റി വുഡ് മേക്ക് യു പ്രിഫർ ദ സെക്കൻഡ് ഓഫ് ദി സ്റ്റേറ്റ്സ്. അപ്പോൾ എഴുത്തുകാരൻ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ വാനിറ്റി, നിങ്ങളുടെ പൊങ്ങച്ചൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി വെച്ചിട്ട് നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ സാധ്യത എന്ന് പറയുന്നത്, അതായത് മാഡമൻ ആയിരിക്കുന്ന സാധ്യത എന്ന് പറയുന്നു. സോ യെസ്, അങ്ങനെയാണെങ്കിൽ ഐ ആസ്ക് വൺ അഗെയിൻ, ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ ബുക്ക് that is neither instructive nor amusing nor chemical nor philosophical nor agricultural nor elegiac, a book which gives no formula for a sheep or fleece, which does not speak of the railways, of the stock exchange, of the intimate recesses of the human heart, of dress in the middle ages, of God or of the devil. ഒരു നീണ്ട ഒരു സെന്റൻസ് ആണ്. എന്താണ് ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഭ്രാന്തരാണോ അല്ലെങ്കിൽ നിങ്ങൾ ഫൂൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഭ്രാന്തരാണെങ്കിൽ തന്നെ അതിനകത്ത് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ, ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്, അതായത് ഞാൻ എഴുതിയ എൻ്റെ ആത്മകഥാംശം എന്ന് പറഞ്ഞ ഈ ബുക്ക് എന്ന് പറയുന്നത് അല്ലേ, അത് ഈസ് നെയ്തർ ഇൻസ്ട്രക്റ്റീവ്, അത് ഒരു ഇൻസ്ട്രക്റ്റീവ് ആയിട്ടില്ല, നിങ്ങൾക്ക് ഒരു നിർദ്ദേശം തരുന്ന ഒരു ബുക്കല്ല. നോർ അമ്യൂസിങ്, നിങ്ങൾ ഒരിക്കലും സന്തോഷിപ്പിക്കുന്ന ഒന്നുമല്ല. നോർ കെമിക്കൽ, ഒരിക്കലും കെമിക്കലായുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ രാസപരമായുള്ള കാര്യങ്ങൾ അതിനകത്തില്ല. നോർ ഫിലോസഫിക്കൽ, ഒരിക്കലും തത്വശാസ്ത്രപരമായുള്ള കാര്യങ്ങളും അതിനകത്തില്ല. നോർ അഗ്രികൾച്ചറൽ, ഒരു കാർഷികപരമായുള്ള കാര്യങ്ങളും അതിനകത്തില്ല. നോർ എലിജിയാക്ക്, ഒരു സൗന്ദര്യാത്മകവാദവും അതിനകത്തില്ല. എ ബുക്ക് അല്ലേ വിച്ച് ഗിവ്സ് നോ ഫോർമുല ഫോർ ഷീപ്പ് ഓർ ഫോർ ഫ്ലീസ്, നിങ്ങൾക്ക് ഈ ഷീപ്പിൻ്റെയോ ചെമ്മരിയാടിൻ്റെയോ അല്ലെങ്കിൽ ഫ്ലീസ് ചെള്ളുകളെ പറ്റിയിട്ടോ ഒരു ഫോർമുല അതിനകത്ത് തരുന്നില്ല. വിച്ച് ഡസ് നോട്ട് സ്പീക്ക് ഓഫ് ദ റെയിൽവേസ്, നിങ്ങൾ റെയിൽവേയെ പറ്റി സംസാരിക്കുന്നില്ല. ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ പറ്റിയിട്ട് സംസാരിക്കുന്നില്ല. ഓഫ് ദ ഇൻറ്റിമേറ്റ് റിസസ് ഓഫ് ദ ഹ്യൂമൻ ഹാർട്ട്, അതായത് മനുഷ്യഹൃദയത്തിൻ്റെ അടുപ്പത്തെ പറ്റിയിട്ട് അതിനകത്ത് സംസാരിക്കുന്നില്ല. ഓഫ് ഡ്രസ് ഇൻ ദ മിഡിൽ ഏജസ്, മധ്യകാലഘട്ടത്തിലെ വസ്ത്രങ്ങളെ പറ്റി സംസാരിക്കുന്നില്ല. ഓഫ് ഗോഡ്, ദൈവത്തെ പറ്റിയില്ല. ഓഫ് ദ ഡെവിൾ, പിശാചിനെ പറ്റിയില്ല. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും സംവദിക്കാതെ, ഇതിനെപ്പറ്റി ഒന്നും ചർച്ച ചെയ്യാത്ത ഈ ബുക്ക് നിങ്ങൾ എന്തിനാണ് തുറക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് വായിക്കുന്നതെന്നാണ് വായനക്കാരനോട് ചോദിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാത്ത എൻ്റെ ബുക്ക് നിങ്ങൾ എന്തിനാണ് വായിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് പറയുന്ന നോക്കൂ, ബട്ട് വിച്ച് ഇൻസ്റ്റഡ് സ്പീക്സ് ഓഫ് എ മാഡ്മാൻ, ഇത്രയും കാര്യങ്ങളൊന്നും ഇതിനകത്ത് സംസാരിക്കുന്നില്ല. ഇൻസ്റ്റഡ് സ്പീക്സ്, അതിന് പകരം സംസാരിക്കുന്നത് എന്താണ്? ഓഫ് എ മാഡ്മാൻ, സംസാരിക്കുന്ന ഒരു മാഡ്മാൻ ആണ്, ഒരു ഭ്രാന്തനാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. ഇൻ അതർ വേർഡ്സ് ഓഫ് ദ വേൾഡ് ഇറ്റ് സെൽഫ്, ഇനി ലോകത്തിന്റെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ, ദാറ്റ് ഗ്രേറ്റ് ഫൂൾ who has been turning around in space for so many centuries, ഒരുപാട് നൂറ്റാണ്ടുകളോളം ആകാശത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫൂളാണ്. മാത്രമല്ല വിത്തൗട്ട് മൂവിങ് ആൻ ഇഞ്ച്, ഒരു ഇഞ്ച് പോലും ഇതുവരെ അനങ്ങാൻ കഴിയാത്ത ഒരു ഫൂളിൻ്റെ ബുക്കാണ് നിങ്ങൾ വായിക്കാൻ പോകുന്നത്. ഹു ഹൗൾസ് ആൻഡ് ഡ്രിബിൾസ് ആൻഡ് റിപ്സ് ഹിംസെൽഫ് അപ്പാർട്ട്, അവൻ്റെ കരച്ചിലും അവൻ്റെ വേദനയൊക്കെ നിങ്ങൾ കേൾക്കാൻ കഴിയുന്ന പറയുന്നത്. ഐ നോ നോ മോർ ദാൻ യു ഫോർ വാട്ട് യു ആർ ഗോയിങ് ടു റീഡ് അല്ലേ. ഐ നോ നോ മോർ ദാൻ യു, എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ അറിയാം. വാട്ട് യു ആർ ഗോയിങ് ടു റീഡ്, നിങ്ങൾ എന്താണ് വായിക്കാൻ പോകുന്നതെന്ന് വായനക്കാരായ നിങ്ങളെക്കാൾ എനിക്ക് അറിയാമെന്ന് പറയണം. ഫോർ ദിസ് ഈസ് നോട്ട് എ നോവൽ, ഇതൊരു നോവലല്ല. ഓർ എ ഡ്രാമ, ഒരു നാടകവും അല്ല. വിത്ത് എ ഫിക്സഡ് പ്ലാൻ, ഇതിനകത്തൊരു വ്യക്തമായ പ്ലാൻ ഒന്നുമില്ല. ഓർ എ സിംഗിൾ പ്രീമീഡിയേറ്റഡ് ഐഡിയ, മുൻകൂട്ടി തീരുമാനിച്ച പോലെ ഐഡിയ ആശയമൊന്നും ഇതിനകത്തില്ല. ഓർ വിത്ത് സൈൻ പോസ്റ്റ് ടു ഷോ യുവർ തോട്ട്സ് ദ വേ അലോങ് നീറ്റ്ലി സെറ്റ് ഔട്ട് പാത്വേസ്, അതായത് ഇതിനൊരു നിശ്ചിത പ്ലാനോ അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ച ആശയമോ ഉള്ള ഒരു നോവലോ നാടകമോ ഒന്നുമല്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ചിന്തകൾ വൃത്തിയായിട്ട് ക്രമീകരിക്കുന്ന പാതകൾ കാണിക്കാനുള്ള സൂചനാ ബോർഡുകളൊന്നും ഇതിനകത്ത് കാണാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. All that I shall do is put on paper whatever enters my head. അപ്പോൾ ഇതിനകത്ത് ഞാൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ all that I shall do is put on paper whatever enters my head. അപ്പോൾ എൻ്റെ മനസ്സിനകത്തേക്ക് വന്ന കാര്യങ്ങളാണ് ഞാൻ പേപ്പറിനകത്തേക്ക് എഴുതി വെച്ചിട്ടുള്ളത്. മൈ ഐഡിയാസ് ആൻഡ് മൈ മെമ്മറീസ്, എൻ്റെ ആശയങ്ങളാണ്, എൻ്റെ ഓർമ്മകളാണ്. മൈ ഇംപ്രഷൻസ്, മൈ ഡ്രീംസ്, മൈ ഫോളീസ് അല്ലേ, എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ഇംപ്രഷനും എൻ്റെ ഫോളീസ് എന്ന് വെച്ചാൽ എൻ്റെ തെറ്റുകൾ, എൻ്റെ മണ്ടത്തരങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. എവറിത്തിങ് ദാറ്റ് മൈ പാസ് ത്രൂ മൈ തോട്ട്സ് ആൻഡ് ത്രൂ മൈ സോൾ, എൻ്റെ ചിന്തകളിലൂടെ കടന്നുപോയ കാര്യങ്ങൾ,
എൻ്റെ ആത്മാവിലൂടെ കടന്നുപോയ കാര്യങ്ങൾ, ഫ്രം ലോഫർ ടു ടിയേഴ്സ് അല്ലേ, ചിരിയിൽ നിന്ന് കണ്ണുനീര് വരെ, ഫ്രം വൈറ്റ് ടു ബ്ലാക്ക്, വെള്ളയിൽ നിന്ന് കറുപ്പ് വരെ, ദ സോബിങ് ദാറ്റ് ബിഗിൻസ് ഇൻ ദ ഹാർട്ട് അല്ലേ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്ന കരച്ചിൽ, തേങ്ങലുകൾ, ആൻഡ് ഈ സ്പ്രെഡ് ലൈക്ക് പേസ്റ്റ് ത്രൂ സൊനോറസ് സെൻറ്റൻസസ്. സോബിങ് ദാറ്റ് ബിഗിൻസ് ഇൻ ദ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ ഒരു കരച്ചിൽ, ആൻഡ് ഈ സ്പ്രെഡ് ലൈക്ക് പേസ്റ്റ് ത്രൂ സൊനോറസ് സെൻറ്റൻസ്, ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒരു വളരെ ഇമ്പമുള്ള സെൻറ്റൻസുകളായിട്ട്, സൊനോറസ് എന്ന് വെച്ചാൽ ഇമ്പമുള്ള സെൻറ്റൻസുകളായിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. അതായത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ വിതുമ്പലുകൾ, എൻ്റെ കരച്ചിലുകൾ ഒക്കെയാണ് ഈ സെൻറ്റൻസുകളായിട്ട് ഇവിടെ വഴിമാറിയിട്ടുള്ളതെന്ന് പറയണം. ദ ടിയേഴ്സ് ദാറ്റ് ആർ ഡൈല്യൂട്ടഡ് ഇൻ ടു റൊമാൻറ്റിക് മെറ്റഫോഴ്സ്. അപ്പോൾ എഴുത്തുകാരൻ പറയാണ്, ദ ടിയേഴ്സ്, തൻ്റെ കണ്ണുനീരുകളൊക്കെ എന്ത് ചെയ്യാണ്, ദാറ്റ് ആർ ഡൈല്യൂട്ടഡ്, അതെന്താ ലയിപ്പിക്കുകയാണ് എന്തിൽ, ഇൻ ടു റൊമാൻറ്റിക് മെറ്റഫേഴ്സ്. റൊമാൻറ്റിക് എന്ന് വെച്ചാൽ കാൽപ്പനികപരമായിട്ടുള്ള, മെറ്റഫേഴ്സ് എന്ന് വെച്ചാൽ ബിംബങ്ങൾ. അപ്പോൾ എഴുത്തുകാരൻ്റെ വേദനകളും കണ്ണുനീരൊക്കെ എന്ത് ചെയ്യാണ്, അത് റൊമാൻറ്റിക് മെറ്റഫേഴ്സ് ആയിട്ട്, കാൽപ്പനിക ബിംബങ്ങളായിട്ട് അത് പരിണമിക്കുന്നുണ്ട് പറയണം. ഇറ്റ് വെയ്റ്റ്സ് ഓൺ മീ ഹൗവർ ടു തിങ്ക് ദാറ്റ് ഐ ഷാൾ വെയർ ഔട്ട് എ ഹോൾ പാക്കറ്റ് ഓഫ് ക്വിൽസ്. അപ്പോൾ എഴുത്തുകാരൻ പറയാണ്, ഇറ്റ് വെയ്റ്റ്സ് ഓൺ മീ, എൻ്റെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, എൻ്റെ ആത്മരംഗത്തിലുണ്ടാകുന്ന സംഘർഷങ്ങൾ, ഇതൊക്കെ എനിക്ക് എൻ്റെ തലയ്ക്കകത്ത് കരം കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇറ്റ് വെയ്റ്റ്സ് ഓൺ മീ ഹവർ, എന്നിരുന്നാലും ടു തിങ്ക് ദാറ്റ്, ഞാൻ ചിന്തിക്കുകയാണെന്ത്, ഐ ഷാൾ വെയർ ഔട്ട് എ ഹോൾ പാക്കറ്റ് ഓഫ് ക്വിൽസ്, ഒരു പാക്കറ്റ് ക്വിൽസ് മുഴുവൻ ഞാൻ എഴുതി തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ക്വിൽസ് എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് പേനയ്ക്ക് പകരമായിട്ട് തൂവലുകൾ ഉപയോഗിച്ചിരുന്നു, അതിന് പറയുന്ന പേരാണ് ക്വിൽസ് എന്ന്. അപ്പോൾ ഒരു പാക്കറ്റ് ക്വിൽസ് മുഴുവൻ എഴുതി തീർക്കാൻ പോവുകയാണ്. യൂസ് ആൻ എൻറ്റയർ ബോട്ടിൽ ഓഫ് ഇങ്ക്, ഒരു ബോട്ടിൽ നിറച്ച് ഇങ്ക്, മഷി എന്ത് ചെയ്യാണ്, ഞാൻ എഴുതി തീർക്കാൻ പോവുകയാണ്. അത്രയും പ്രശ്നങ്ങൾ അയാളുടെ തലയ്ക്കകത്തുണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ് വെയ്റ്റ്സ് ഓൺ മീ, അത് മൂലം എൻ്റെ തല ഇങ്ങനെ കനം കൂടി നിൽക്കുന്നു പറയണം. ബോർ ദ റീഡർ ആൻഡ് ബോർ മൈസെൽഫ്, ഇനി ഞാൻ എഴുതാൻ പോകുന്ന കാര്യം വായനക്കാരെന്ത് ചെയ്യണം, ഞാൻ ബോർ മുഷിപ്പിക്കും, അതുപോലെ തന്നെ മൈസെൽഫ്, എന്നെയും ഞാൻ മുഷിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ഭ്രാന്തനെ പോലെയാണ് അദ്ദേഹം തൻ്റെ ഈ ഓർമ്മക്കുറിപ്പുകളിലൂടെ എഴുതുന്നത്. ഐ ഹാവ് മെയ്ഡ് സച്ച് എ ഹാബിറ്റ് ഓഫ് മോക്കറി ആൻഡ് സ്കെപ്റ്റിസിസം ദാറ്റ് യു വിൽ ഫൈൻഡ് ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ്. അപ്പോൾ ഇവിടെ എഴുത്തുകാരൻ പറയുന്നത് വെച്ചാൽ, ഐ ഹാവ് മെയ്ഡ് എ സച്ച് എ ഹാബിറ്റ് ഓഫ് മോക്കറി ആൻഡ് സ്കെപ്റ്റിസിസം, അതായത് എനിക്ക് ഈ ആളുകളെ കളിയാക്കുന്ന, മോക്കറി എന്ന് വെച്ചാൽ കളിയാക്കുന്ന ഒരു ശീലമുണ്ട്, അതുപോലെ തന്നെ ഒരു സ്കെപ്റ്റിസിസം, ഒരു സംശയത്തിൻ്റെ ഒരു രീതി എനിക്കുണ്ട്. ദാറ്റ് യു വിൽ ഫൈൻഡ്, അത് നിങ്ങൾ അധികം വൈകാതെ വായിക്കുന്ന സമയത്ത് കണ്ടെത്താൻ പറ്റും അല്ലേ, എൻ്റെ ഒരു സ്വഭാവം ഉണ്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ്, നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ വായിക്കുന്ന സമയത്ത് എൻ്റെ ഇത്തരം ശീലങ്ങൾ നിങ്ങൾ കണ്ടെത്താൻ പറ്റും. എ കോൺസ്റ്റന്റ് സെൻസ് ഓഫ് ഐറണി, അത് നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വേറെ കാര്യം, ഇതൊരു നിരന്തരമായിട്ടുള്ള എന്താണ്, ഒരു ഐറണിയാണ്, ഒരു വിരോധാഭാസം ഇതിനകത്ത് ഉണ്ടായിരിക്കും. ആൻഡ് ദോസ് ഹൂ ലൈക്ക് ടു ലാഫ് വിൽ ഇൻ ദ എൻഡ്, നിങ്ങൾക്ക് അവസാനം ഇതിനകത്ത് ചിരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ബി ഏബിൾ ടു ഡു സോ ബോത്ത് അറ്റ് ദെയർ ഓൺ ആൻഡ് അറ്റ് ദ ഓതേഴ്സ് എക്സ്പെൻസ്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഓതറായിട്ട് കൊണ്ടുവരും, ഓതറിൻ്റെ എക്സ്പെൻസിൽ അല്ലെങ്കിൽ ഓതറിൻ്റെ ചിലവിൽ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ദെയർ ഓൺ, നിങ്ങൾ സ്വന്തമായിട്ട് ചിരിക്കാനുള്ള വക കണ്ടെത്തുന്ന പറയുന്നു. അപ്പോൾ ചിരിക്കാനുള്ള കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന പറയണം. And yet this book you will see how we have to believe in the order of the universe, in the moral duties of men and the ideas of virtue and philanthropy. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ, ആൻഡ് യെറ്റ് ഇൻ ദിസ് ബുക്ക് യു വിൽ സീ, അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കാണും, ഈ ബുക്കിനകത്ത് നിങ്ങൾ കാണുന്ന കാര്യം എന്താ വെച്ചാൽ, ഹൗ വി ഹാവ് ടു ബിലീവ് ഇൻ ദ ഓർഡർ ഓഫ് യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിൻ്റെ ഓർഡർ അനുസരിച്ച് എങ്ങനെ നമ്മൾ വിശ്വസിക്കണം നിങ്ങൾ ഇതിനകത്ത് കാണും. ഇൻ ദ മോറൽ ഡ്യൂട്ടീസ് ഓഫ് മെൻ, ഒരു മനുഷ്യൻ ചെയ്യേണ്ട ധാർമ്മിക മൂല്യങ്ങൾ എന്താണ് നിങ്ങൾ ഇതിനകത്ത് കാണും. ആൻഡ് ഇൻ ദ ഐഡിയാസ് ഓഫ് വെർച്യു ആൻഡ് ഫിലാന്ത്രഫി, വെർച്യു എന്ന് വെച്ചാൽ നന്മ, ഒരു നന്മകൾ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ ഇതിനകത്ത് കാണും. ഫിലാന്ത്രോപ്പി എന്ന് വെച്ചാൽ മനുഷ്യസ്നേഹം അല്ലേ, ഇതിനകത്ത് മനുഷ്യസ്നേഹം എങ്ങനെയാണെന്നും നിങ്ങൾ ഇതിനകത്ത് കാണുന്ന പറയുന്നത്. ദ ലേറ്റർ ബീങ് എ വേർഡ്, പിന്നീട് ഞാൻ എന്ത് ചെയ്യും, ഒരു വാക്ക്. ഐ ഷുഡ് ലൈക്ക് ടു ഹാവ് ഇൻസ്ക്രൈബ്ഡ് ഓൺ മൈ ബൂട്ട്സ്, എൻ്റെ ബൂട്ട്സിൻ്റെ മുകളിൽ ഞാനൊരു വാക്ക് എന്ത് ചെയ്യും, കുറിച്ചിടും, ഇൻസ്ക്രൈബ് ചെയ്യും. വെൻ ഐ ഗെറ്റ് സം, എനിക്ക് ഷൂ കിട്ടുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ മുകളിൽ വാക്കുകൾ കുറിച്ചിടും. സോ ദാറ്റ്, അങ്ങനെ ചെയ്യുമ്പോൾ ആൾ പീപ്പിൾ മേ റീഡ് ആൻഡ് ലേൺ ഇറ്റ് ബൈ ഹാർട്ട്, അപ്പോൾ എൻ്റെ ഷൂവിൻ്റെ മുകളിൽ ഞാൻ ഈ വാക്കുകൾ കുറിച്ചിടുന്ന സമയത്ത് ആളുകൾക്ക് അത് വായിക്കാനും അത് മനസ്സിലാക്കാനും ബൈ ഹാർട്ട് ഇത് വ്യത്യസ്തമാക്കി വെക്കാനും കഴിയും. Even those with the loveliest vision, the smallest and most crawling of bodies, the nearest to the gutter. അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഷൂ കിട്ടുന്ന സമയത്ത് ഞാൻ അതിനകത്ത് വാക്കുകൾ എഴുതുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകൾ ഈവൻ ദോസ് വിത്ത് ദ ലോവലിസ്റ്റ് വിഷൻ, എൻ്റെ ഏറ്റവും ചെറിയൊരു കാഴ്ചപ്പാടാണിത്. ദ സ്മാളസ്റ്റ്
ആൻഡ് മോസ്റ്റ് ക്രോളിംഗ് ഓഫ് ബോഡീസ്, ഏറ്റവും ചെറിയ ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെ ഇഴയുന്ന ആളുകൾ, ദ നിയറസ്റ്റ് ടു ദ ഗട്ടർ, ഈ കുഴിയുടെ തൊട്ടടുത്തുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ എൻ്റെ ബൂട്ടിനകത്ത് ഇത്തരം കാര്യങ്ങൾ എഴുതി വെച്ചാൽ അവർക്ക് കാണാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ സൊസൈറ്റിയിൽ വളരെ താഴ്ന്ന് കിടക്കുന്ന ആളുകളടക്കം മനസ്സിലാക്കാനും ഹൃദ്യസ്ഥമാക്കാനുള്ള വാക്കുകൾ ഞാൻ എൻ്റെ ബൂട്ട്സിനകത്ത് എഴുതി വെക്കുന്നതാണ് പറയുന്നത്. It would then be wrong to see in this anything other than the distractions of a poor man. അപ്പോൾ ഇതിനകത്ത് അറിയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നാം, ഈ കാഴ്ചപ്പാട് ശരിയല്ല എന്നൊക്കെ തോന്നാം. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇതൊരു പൂർ മാഡ്മാൻ്റെ, വളരെ പാവപ്പെട്ട ഒരു ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ്റെ ഡിസ്ട്രാക്ഷൻസ്, അയാളുടെ ശ്രദ്ധയില്ലാത്ത കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകം പറയുന്നുണ്ട് എ മാഡ്മാൻ. ആൻഡ് വാട്ട് അബൌട്ട് യു, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ് അല്ലേ? ആൻഡ് വാട്ട് അബൌട്ട് യു റീഡർ, നിങ്ങൾ ആരാണ് വായനക്കാരാ? ഹാവ് യു ജസ്റ്റ് മാരിഡ്, നിങ്ങൾ ഈ അടുത്ത് വിവാഹം കഴിച്ച വ്യക്തിയാണോ? ഓർ പെയ്ഡ് ഓഫ് യുവർ ഡെപ്റ്റ്സ്, നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടി വരികയാണോ നിങ്ങൾ? അപ്പോൾ നിങ്ങൾ ആരാണെന്നുള്ള ചോദ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇതൊരു ചെറിയ ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻസ് ഉള്ള ഒരു മെമ്മയറാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് വെച്ചാൽ അദ്ദേഹം ഒരു മാഡ്മാൻ ആണ്. അപ്പോൾ ഒരു മാഡ്മാൻ്റെ ജൽപ്പനകൾ പോലെ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അവിടെ എഴുതി വെക്കുകയാണ്. ഇതിനകത്ത് വായനക്കാരന് എലിജിയാക്കായാലോ അഗ്രികൾച്ചർ ആയാലോ ഫിലോസഫിക്കലായോ അമ്യൂസിംഗ് ആയോ ഇൻസ്ട്രക്റ്റീവായോ ഒരു കാര്യം ഇതിനകത്ത് ഇല്ലെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് മോറൽ ഡ്യൂട്ടീസ് ഓഫ് മാൻ, ഒരു മനുഷ്യൻ്റെ ധാർമ്മിക മൂല്യങ്ങളും ഓർഡർ ഓഫ് ദ യൂണിവേഴ്സ്, പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ഓർഡറും, അതുപോലെ തന്നെ ഐഡിയാസ് ഓഫ് വെർച്യു ആൻഡ് ഫിലാന്ത്രഫി അല്ലേ, നന്മയുടെ ആദർശങ്ങളും മനുഷ്യസ്നേഹത്തിൻ്റെ ഗുണങ്ങളൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഭ്രാന്തരാണെങ്കിൽ പോലും അതിനകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വായിച്ചെടുക്കാൻ കഴിയും. അത്തരം ചില വാക്കുകൾ അദ്ദേഹം തൻ്റെ ബൂട്ട്സിനകത്ത് എഴുതി വെക്കാൻ ശ്രമിക്കുമെന്നും അതുവഴി താഴേക്കടയിൽ കിടക്കുന്ന ആളുകൾക്കടക്കം അത് വായിക്കാനും മനസ്സിലാക്കാനും ഹൃദ്യസ്ഥമാക്കാനും കഴിയും എന്നാണ് പറയുന്നത്. ഇതിനകത്ത് തെറ്റുകൾ ഉണ്ടായിരിക്കാം, ആ തെറ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ അതൊരു പൂർ മാഡ്മാൻ്റെ എഴുത്തായിട്ട് പരിഗണിക്കണം എന്നാണ് അവസാനം എഴുത്തുകാരൻ പറയുന്നത്.